ഞാനൊരു മിസ്റ്ററി ബോക്സ് ആയിട്ടാണ് മുന്നിലെത്തിയിട്ടുള്ളത്. ഒരു സർപ്രൈസ് ബോക്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സർപ്രൈസ് ബോക്സ് ആണിത്. എൻ്റെ ബർത്ത്ഡേ നവംബർ 30 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇപ്പോൾ 25 ക്രിസ്മസിനും വരാൻ പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു ബർത്ത്ഡേ ക്രിസ്മസ് അങ്ങനെ മൊത്തത്തിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് തരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇതായിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല, നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം എന്തൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളത് എന്നുള്ളത്. ജീവനുള്ള സാധനം എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബോക്സ്, ദ മിസ്റ്ററി ബോക്സ്. അതിനകത്ത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഒരു എൻവലപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എൻവലപ്പിനകത്ത് എന്താ നോക്കാം. ഒരു കാർഡാണ്. ജസ്റ്റ് ഫോർ യു, എനിക്ക് വേണ്ടി മാത്രം. ബിലേറ്റഡ് വിഷസ് ഫോർ യുവർ ബർത്ത്ഡേ ആൻഡ് മേരി ക്രിസ്മസ് ടു ദ മോസ്റ്റ് അമേസിംഗ് ഫ്രണ്ട് വി നോ. ഫ്രണ്ട്സിൻ്റെ വിഷസാണ് ഈ ഒരു കാർഡിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് എൻവലപ്പ് കാർഡ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതാണ്. പിന്നെ ഒരു പെട്ടിയിലും ഗിഫ്റ്റ് പെട്ടിയിലും ഒഴിച്ചുകൂടാനാവാത്ത സാധനം ഡയറി മിൽക്ക്. ഫാമിലി പാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സിംഗിൾ ആണോ എന്നുള്ളത് ഇവർക്ക് നല്ല പോലെ അറിയാം. പക്ഷേ ഇവിടെ ഫാമിലി പാക്ക് കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസം ഇത് കഴിക്കാം. ഡയറി മിൽക്ക്. പിന്നെ കുറച്ച് ഇത് മൊത്തം എന്തോ അലങ്കാര വസ്തുക്കൾ. നമ്മുടെ അടുത്ത ചോക്ലേറ്റ് പെരോനോ റോഷോ. ഇനി ഇതിനകത്ത് 2 കിറ്റ്കാറ്റ്, നെസ്ലെ കിറ്റ്കാറ്റ്. ചോക്ലേറ്റ് ഒക്കെ ഏതാണ്ട് തീർന്നു. വേറെ ചോക്ലേറ്റ് ഒന്നും കാണുന്നില്ല. വീണ്ടും നമ്മുടെ അലങ്കാര മുട്ടകൾ. അത് കുറേ എണ്ണം ഉണ്ട് ഇതിനകത്ത്. നല്ല രസം. അപ്പം ആദ്യം തന്നെ ഇതിനകത്ത് വരുന്നൊരു ക്ലോത്താണ്. ക്ലോത്ത് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് ഇവർ റാപ്പൊക്കെ ചെയ്ത് പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പ്രൊഫഷണൽസിനെ പോലെ ചെയ്തിട്ടുണ്ട്. ടീഷർട്ടാണ്. ടീഷർട്ട് കോഫിയുടെ ഒക്കെ ഒരു എംബ്ലമുള്ള ഒരു ടീഷർട്ട്. ഇനിയും ഇതുപോലെ 2 ക്ലോത്ത് ഇരിപ്പുണ്ട്. ഇതും ടീഷർട്ട് തന്നെ ആവാനാണ് സാധ്യത. പെട്ടെന്നവർക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട്. ഇതും ഒരു ടീഷർട്ടാണ്. നന്നായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ബ്ലാക്ക്. എനിക്ക് ബ്ലാക്ക് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. വീണ്ടും ഒരു ക്ലോത്ത് ഉണ്ട്. ഇതൊരു ടീഷർട്ട് തന്നെയാണ്. അപ്പോൾ 3 ടീഷർട്ട്. ബോക്സിലെ ആദ്യത്തെ ഐറ്റങ്ങളായിരുന്നു ചോക്ലേറ്റ്, അതുപോലെ തന്നെ ടീഷർട്ടും. ഇനി ഇതിനകത്തുള്ളത് ഒരു പോക്കറ്റ് ടിഷ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു സഞ്ചി കാണുന്നുണ്ട്. സഞ്ചി എന്താണ്? ചരടൊക്കെ ഉണ്ട്. പോക്കറ്റ് ഡയറി. നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ. ഒരു ലെതറിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്ങിൽ അതിൻ്റെ ഉള്ളിലൊരു പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടത്. ലെതറിൻ്റെ ഒരു കാണാം. 2 പീസുണ്ട് ഇതിനകത്ത്. വേറെ ഒന്നും ഇതിനകത്തില്ല. നമുക്ക് ഈ സഞ്ചി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് ഒരു പെൻസിൽസിൻ്റെ ബോക്സാണ്. ഗ്രാഫിക് പെൻസിൽസിൻ്റെ ബോക്സാണ്. ഞാൻ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ കുത്തി കുറിക്കുന്ന അല്ലെങ്കിൽ വരയുന്ന ഒരാളാണ്. അപ്പോൾ ഈ പെൻസിൽസും ഉണ്ട് ചെറുതായിട്ടൊക്കെ ഉള്ള ഒരു പരിപാടികൾ. അപ്പോൾ സ്ട്രോ ഗ്രാഫൈറ്റ് പെൻസിലുകൾ. ഇനി ഒരു പെന്നാണുള്ളത്.
ട്രിംഫിൻ്റെ ഒരു പെൻ. ട്രിംഫിൻ്റെ ബൈക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ട്രിംഫിൻ്റെ പെന്ന് കാണുന്നത്. ഒറിജിനൽ ട്രിംഫിൻ്റെ തന്നെ ആണെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ എഴുത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രിംഫിൻ്റെ ഒരു അടിപൊളി പെന്ന്. ഇതെന്താണ് എനിക്ക് ഇതൊരു ട്രിമ്മറാണ്. ഇതൊരു നോസ് ട്രിമ്മർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ക്രോമ ടാറ്റ പ്രോഡക്റ്റ് നോസ് ട്രിമ്മർ. അങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. മാറ്റി നോക്കി. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതും പിന്നെ അതിനകത്ത് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതാണ് ട്രിമ്മർ. ഈ ഒരു സാധനമാണ് ട്രിമ്മർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈനിൻ്റെ ഒരു ട്രിമ്മർ കാണുന്നത്. നമ്മൾ മറ്റേ സാധാരണ ടൈപ്പ് ട്രിമ്മർക്കല്ല യൂസ് ചെയ്യാറ്. ഇത് ഓപ്പൺ ഓക്കെ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിമ്മർ. നന്നായിട്ടുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് ഒരു ചെറിയ ബോക്സ് ഇരിപ്പുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം തന്നെ എനിക്ക് ഗിഫ്റ്റായി കിട്ടിയിരിക്കുകയാണ്. ഞാനിത് എപ്പോഴൊക്കെ അവരുടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് തന്നിട്ടുണ്ടാവും. അല്ലാതെ ഞാനിത് പാനിട്ടാണ് വാങ്ങാനായിട്ട് പാനിട്ടിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ടൈറ്റൻ്റെ ഒരു സ്മാർട്ട് വാച്ച്. ഒരു ലിമിറ്റഡ് എഡിഷനാണ് തോന്നുന്നു. ക്രസ്റ്റ് സ്മാർട്ട് വാച്ചാണ്. ക്രസ്റ്റ് എന്നുള്ളൊരു പേരിൽ. ഇത് കൈയൊക്കെ ഷിവർ ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഞാൻ സർപ്രൈസ് ആയതിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ എനിക്ക് കിട്ടുന്നത്. ഒരു വിഷസും മേബി ആദ്യമായിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ വിഷസും കിട്ടാറൊന്നുമില്ല. ഗിഫ്റ്റ് ബോക്സ് ഒരിക്കലും ഇതുവരെയായിട്ട് ഇപ്പോൾ 24th ബർത്ത്ഡേ ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് തരിക അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇതുവരെയായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുണ്ട് സത്യത്തിൽ. സോ കുറച്ച് അതായിട്ട് ഷിവർ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് സർപ്രൈസ് മോഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈറ്റൻ്റെ സ്മാർട്ട് വാച്ച്. അതിനകത്ത് വാറണ്ടി കാർഡ് തോന്നുന്നു. അതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ വാച്ച്. ടൈറ്റൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. ഇതും ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിനകത്തുള്ളത് കുറച്ച് അലങ്കാര വസ്തുക്കളുണ്ട്. ഇതിനകത്തൊരു വലിയ ബോക്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് അതെടുത്ത് നോക്കാം. ബിയർഡോയുടെ ഒരു ബോക്സാണ്. ഇതിനകത്ത് താടി മുടിയൊക്കെ ആയിരിക്കും ഇവിടെ തന്നിട്ടുണ്ടാവും. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ 2-3 ബോക്സുകൾ നമ്മൾ അൺബോക്സ് ചെയ്തു. ഇത് അവസാനത്തെ ബോക്സാണ്. ബിയർഡോയുടെ ബിയർഡ് വാഷ്. താടിയൊക്കെ വരുന്നത് അറിഞ്ഞിട്ടായിരിക്കും. താടി ഇതുപോലെയൊക്കെ വരുവാണോ എന്തായാലും. ബിയർഡ് മെൻസിനുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ബിയർഡ് വാഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറം, ഹെയർ സെറം. ബിയർഡോയുടെ തന്നെ ഹെയർ സെറം. ഇവന്മാർ മീശയും താടിയൊന്നും അത്ര വളരില്ല എന്ന് പറഞ്ഞിട്ട് തന്നാന്ന് അറിയില്ല. ബിയർഡോയുടെ ഗ്രോത്ത് ഓയിൽ. എനിവേ, താങ്ക് യു. പിന്നെ ഇതിനകത്ത് ബിയർഡോയുടെ ഒരു ബോക്സ് കാണുന്നുണ്ട്. ഇതും ബോക്സ് നമുക്ക് നോക്കാം. ബിയർഡ് ആക്ടിവേറ്റർ. ഈ ഒരു സാധനം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബിയർഡ് വരും തോന്നുന്നു. അതായത് നമുക്ക് പരീക്ഷ നോക്കാം. അപ്പോൾ ഒരു ബിയർഡ് ആക്ടിവേറ്റർ ഉണ്ട് ഇതിൻ്റെ ഒപ്പം. അപ്പോൾ ഒരു മസ്താഷ് മീശ വളരാനുള്ള ഒരു സാധനം. മീശ ഗ്രോത്ത് ഓയിൽ, മസ്താഷ് ഗ്രോത്ത് ഓയിൽ ഇതിനൊപ്പം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു മിസ്റ്ററി ബോക്സ് നമ്മൾ ഫുൾ ഓപ്പൺ ആക്കി. എല്ലാം അതിനകത്തുണ്ടായിരുന്ന ബോക്സുകൾ ഓപ്പൺ ആക്കി എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടിയത്. അത് ഏകദേശം എന്താ പറയുക, എനിക്കൊരു വർഷം യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് വെരി താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.
അപ്പോൾ ഇതോടുകൂടി ഞാൻ വീഡിയോ നിർത്തേണ്ടതാണ്. ഈ ഒരു ബോക്സ് കാണിച്ചല്ലോ, മുഴുവനായിട്ട് കാണിച്ചല്ലോ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ സത്യത്തിൽ നിർത്തേണ്ടതാണ്. പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നില്ല. കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ലാവൻഡറാണ് തോന്നുന്നു. ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ആണ് വന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ. കുറേ പെറ്റൽസും ലീഫുകളും ഒക്കെ ആയിട്ടുള്ള ലാവൻഡറിൻ്റെ ഒരു പാക്ക് നന്നായിട്ടുണ്ട്. ഇനി ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ്. ക്രിസ്മസിന് എങ്ങനെ പോയാലും ഈ ഒരു സാധനം മസ്റ്റാണ്. ആദ്യത്തെ കയ്യിൽ നിന്ന് സാധനം വേണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു റെഡ് വൈൻ കൂടി കിട്ടിയിട്ടുണ്ട്. ഇതില്ലാതെ എന്ത് ക്രിസ്മസ് അല്ല. ഒറിജിൻ സ്പെയിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്പെയിനൊന്നും അവന്മാർ കൊണ്ടുവന്നാണെന്ന് അറിയില്ല. നല്ലൊരു ബോട്ടിലാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം രസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കളറാക്കാൻ വേണ്ടിയിട്ട് വൈനും കൂടി ഇതിൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്. ഇനിയൊരു ഐറ്റം കൂടി ഉണ്ട്, സ്പെഷ്യൽ ഐറ്റം. ഇതെനിക്ക് ഭയങ്കര ഇതിൻ്റെ കണ്ണ് നനയിപ്പിച്ച ഒരു ഗിഫ്റ്റാണ് സത്യത്തിൽ. അതുകൂടി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേജിൻ പ്രീമിയം സെല്ലർ. ഒരു പ്രീമിയം സെല്ലർ എന്നുള്ളത് കാണാം. അപ്പോൾ ഇത് അതെ ഐഫോൺ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീലിൽ എൻ്റെ ഫ്രണ്ടിന് മൊബൈൽ വാങ്ങാൻ വേണ്ടി പോയതാണ്, ഐഫോൺ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിനകത്ത് ഐഫോൺ തരുന്ന ഒരു വീഡിയോ, അപ്പോൾ എനിക്കത് കിട്ടുന്നത് പോലെ ഒരു കോമഡി പോലെ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ അന്ന് ആ മൊബൈൽ അവർ വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു. എന്നോട് ആ ഫ്രണ്ടിന് വാങ്ങാൻ പോകുന്നു പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോകുന്നു. വളരെ ഉത്സാഹത്തോടു കൂടി ഫോൺ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്സസറീസ് സെലക്ട് ചെയ്യുന്നു. ഞാൻ തന്നെയാണ് ഒക്കെ ചെയ്തത്, ഫോൺ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് പാക്ക് തരാൻ വേണ്ടി വന്നപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കവർ കൂടി ഉണ്ടായിരുന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കവറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. ഇത് ഐഫോണിൻ്റെ ചാർജർ, പിന്നെ ഇതിനകത്ത് ഒരു ലെറ്ററാണ്. എനിക്കുള്ളതാണോ അല്ല, അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ലെറ്ററാണ്, അതെനിക്കുള്ളതല്ല. എനിവേ അവിടെ ഇരുന്നോട്ടെ. പിന്നെ നമ്മുടെ അവസാനത്തെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഐഫോൺ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച ഫോണാണ്. അതായത് ഞാനാണ് ഈ ഒരു ഫോൺ വാങ്ങിച്ച് അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പോഴും എന്താ പറയുക, ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എനിക്കാണെന്നോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇത് തന്നപ്പോഴാണ് ഞാൻ ചെറുതായിട്ട് ഷിവറൊക്കെ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് എനിക്ക് ഐഫോൺ എടുത്ത സമയത്ത് ഞാൻ വളരെ എക്സൈറ്റഡാണ്. ഐഫോൺ കിട്ടിയതുകൊണ്ടല്ല, എന്താ പറയുക, ഫ്രണ്ട്സ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത് കൂടിയാണ്. കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ എഡിറ്റിങ്ങിനും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഐഫോണും അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ടാണ് ഫ്രണ്ട്സിൻ്റെ ഒക്കെയാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അതവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റ് തന്നു എന്നുള്ളതാണ്. ആ ഒരു സന്തോഷമാണ്, അല്ലാതെ വലിയ പ്രൈസിൻ്റെ എന്തോ കിട്ടി ഐഫോൺ, ആ ഒരു സന്തോഷമല്ല. അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ. അപ്പോൾ ആ ഒരു അതിനനുസരിച്ചുള്ള ഗിഫ്റ്റുകളാണ് ഇതിനകത്ത് മൊത്തം ഉണ്ടായിരുന്നത്. ആ ഒരു സന്തോഷമാണ് ഉള്ളത്. അപ്പോൾ ഐഫോൺ 16 ഒരു അൺബോക്സിങ് വീഡിയോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇലക്ട്രോണിക്സ് സാധനമല്ലേ, ഇപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐഫോൺ 16 ഇതാണ്. ഇത്രയും സാധനങ്ങളാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ 24th ബർത്ത്ഡേ, അതുമായി ബർത്ത്ഡേ ആയിട്ടും ക്രിസ്മസുമായിട്ടും ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ. എൻ്റെ ഐഫോൺ, എൻ്റെ വൈൻ, എൻ്റെ ടീഷർട്ട് എല്ലാം ഉണ്ട്. ഇതിനെ നമ്മളൊന്ന് ഓപ്പൺ ആക്കി ഒരു ചെറിയ സിപ്പ് അടിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ ക്രിസ്മസ് അങ്ങനെ ഇതിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലുള്ളതാണ് ഈ ഒരു പരിപാടി, ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ. നമ്മൾ ഷോക്കേഴ്സ്, ബിൽസുകളും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ആളുകളുടെ നെസസിറ്റി നോക്കിയിട്ട്, ആളുകളുടെ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കും, അയാൾ സർപ്രൈസ്ഡായി കാണിക്കും, അല്ലെങ്കിൽ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് കാണിക്കുമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ല. എനിവേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് ഇത്രയും കാലം നമ്മളൊപ്പം നിന്നിട്ട് എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത്, ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് ഇരുന്ന് എല്ലാം കൂടി പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ് എനിക്കുള്ളത്. ആ സന്തോഷം നമുക്ക്
ഇവനിലൂടെ ഈ വൈനിലൂടെ നമുക്ക് തീർക്കാം. എനിവേ അപ്പോൾ ബൈ ഗൈസ്, ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.